ഇന്ന് നമുക്ക് കുറച്ച് കൊഴക്കട്ട ഉണ്ടാക്കിയാലോ? ആയുധം വെച്ചിട്ടുള്ള കളി എല്ലാരും മാറിക്കോ. എന്റെ ഒറ്റ വെട്ടലിന് തേങ്ങ 2 കഷ്ണം. ഈശ്വര, എനിക്ക് ഇത്രയും ശക്തി. തേങ്ങ വെള്ളം കുടിച്ചപ്പോ പ്രത്യേക എനർജി. തേങ്ങയൊക്കെ വേഗം ചിരകിയെടുത്തു. 2 അച്ച് ശർക്കര എടുത്ത് വേഗം പൊടിച്ചെടുത്തു. പിന്നെ ചട്ടി വെച്ചു, ശർക്കര ഇട്ടു, കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു, തേങ്ങ ഇട്ടു, ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തു. കുറച്ച് സമയത്തിന് ശേഷം ഇതുപോലെ ഒന്ന് കുറുകി വരും. പിന്നെ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുത്തു മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. വെള്ളം അരിപ്പൊടിയിൽ കുറച്ച് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുത്തു. കൈ പൊള്ളിക്കാൻ തീരെ താല്പര്യമില്ലാത്ത കാരണം ഒന്ന് ആറിയതിന് ശേഷം കുറച്ച് നെയ്യൊക്കെ ഇട്ട് കൊടുത്തിട്ട് കൈകൊണ്ട് നന്നായി കുഴച്ചു കൊടുത്തു. തണുത്തതിന് ശേഷം മാത്രം. അങ്ങനെ മാവ് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ബോൾസ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ 2 ഓൾറെഡി ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എല്ലാതും അതുപോലെ ആക്കി വെക്കണം. അങ്ങനെ 9 ബോൾസ് ആക്കി എടുത്തതിന് ശേഷം ഇതുപോലെ ഒരു തുള ഇട്ട് കൊടുക്കണം കേട്ടോ, നമ്മുടെ ശർക്കരയും തേങ്ങയിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടി. ഈ ഒരു പലഹാരം ഞാൻ എപ്പോൾ ഉണ്ടാക്കുമ്പോഴും ഈ ഫില്ലിങ്ങിന്റെ ഭാഗം വരുമ്പോൾ കൊളാവാറുണ്ട് കേട്ടോ. ഇപ്രാവശ്യം നല്ല അടിപൊളിയായിട്ട് വന്നു. അങ്ങനെ എല്ലാ ബോൾസും ഞാൻ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് ഇഡ്ലി ചെമ്പിൽ വെക്കുന്നുണ്ട്. കുറച്ച് സമയത്തിന് ശേഷം തുറന്നു നോക്കിയപ്പോ കൊഴക്കട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ബൈ.